ഓക്കെ, അപ്പോൾ ഡൊമിനിയൻ വാർ ഫസ്റ്റ് ഡേ ആണ് ക്രിംസൺ ഓർഡറിൻ്റെ സ്റ്റാർട്ടിങ്. കുറേ കാര്യത്തിന് ചേട്ടാ അത്. അയ്യോ, കൺട്രോളറൊന്നും കൈ കാണുന്നില്ല. റിപ്പയറൊക്കെ ചെയ്യും ആകാശത്തിന് 5. ഇത് തന്നെ ക്രിംസൺ ഓർഡറാണ്. അപ്പോൾ അറ്റാക്കിങ് സൈഡ് അങ്ങനൊന്നും ഇല്ല ഇതിന്. അതുകൊണ്ട് നടക്കാട്ടത് തുടങ്ങി. കുഴപ്പമില്ല, അവരോട് വന്നിട്ട് പറഞ്ഞ അവരെൻട്രി എടുത്ത്. ഓക്കെ, ടർഫിന്റെ സെയിം സെറ്റപ്പാണ്. 45 മിനിറ്റ്. പക്ഷേ ഡിഫെൻഡിങ് അറ്റാക്കിങ് എന്നില്ല. പിന്നെ ഇതിന് ലിമിറ്റ് ഇല്ല. അതായത് ഇവിടുത്തെ ഒരു ഗ്യാങ് കൗണ്ട് എന്ന് പറയുന്നത് 30 30 എനിക്ക് എത്ര പേര് ഇറക്കാൻ പറ്റുമോ, 30 ഇറക്കാൻ പറ്റുമെങ്കിൽ 30 വെച്ച് കളിക്കാം. അതാണ് സംഭവം. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ബാറ്റില്ല. ഇതിപ്പോൾ ക്രിംസൺ ഓർഡറിൽ 4 ഗ്യാങ് ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കി 2 ഗ്യാങ്ങിൻ്റെ കളി നാളെ ഉണ്ടാവും. പിന്നെ ഒരു ഫൈനലും ഉണ്ടാവും, ജയിച്ച 2 ടീമും തമ്മിൽ. അവർക്കാണ് ബിസിനസ് പോവുക. ഇവിടെ അടിയടങ്ങുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടാ. DRV ഇവിടെ ഉണ്ട്. ചാറവാറ അടിയാവും. പിന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അങ്ങനൊരു സാധനം ഉണ്ടല്ലേ. ഓക്കെ, VV സൈഡിൽ നിന്നാണ് കേട്ടോ. എല്ലാരും വണ്ടിയെ തന്നെയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാവിന്റെ സെറ്റപ്പിലാണ് പരിപാടി. അടി തുടങ്ങുന്നില്ല. അടി തുടങ്ങി കഴിഞ്ഞാലപ്പോ പെട്ടെന്ന് തീരുമാനിക്കും. വർക്ക് കിച്ചൻ കുത്തിച്ചടിച്ച് BB കുത്തിക്കാൻ പോവാന്ന് കാണിച്ചപ്പോളേ അത് അവരടിച്ച് ബ്ലോക്ക് ആക്കാൻ പാടില്ലെന്നേ ഉള്ളു. അതാ അയ്യോ, ഓ മറിഞ്ഞി. ഇവിടെ ഒരു വണ്ടി പറഞ്ഞു സാറ് ഇറങ്ങി അടിക്കില്ല. അപ്പത്തിന് വണ്ടി വായിച്ചു നേരെ പോയി വീടും പിടിച്ച് എടാ അടിച്ച്. റോഹനും സ്റ്റീഫനെ ഇറങ്ങിയായിരുന്നു. കിച്ചനത് അവിടെ നിന്ന് അടിയിരുന്നു. ഡോക്ടറൊക്കെ ഇറങ്ങി അടിക്കുന്നത്. ഇതേതാ ഡോക്ടർ? തോക്കൊക്കെ എടുത്ത് അടിക്കുന്ന ഡോക്ടർ. പിന്നെ ഇവിടുന്ന് വന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ അടിക്കുന്ന ഡോക്ടർ. അയ്യോ, അങ്ങനല്ല ഡോണാക്കി പ്രശ്നം. ഓ ഇവിടെ ഇടിയായി. അയ്യോ, ഡ്രോപ്പ് ആവുന്നേ. ഇവിടെ ഈ ഡ്രസ് ഷോപ്പിന്റെ ഒക്കെ ഇരിക്കുന്നു. താഴത്തോട്ട് വീണ് വണ്ടി പമ്പിടിച്ചേറ്റി. ഡിയാവയുടെ ഒരു വണ്ടിയും ഒരു വണ്ടിയും ഒരാളും ഡൗൺ. പമ്പ് പൊട്ടിച്ചത്ത്. പ്ലീസ് റിമൂവ് മൈ വാർണിംഗ് സ്ക്രീനാ. ഇപ്പോഴും വാർണിംഗ് സ്ക്രീൻ കിടക്കുവോ? വാർണിംഗ് സ്ക്രീൻ കിടക്കത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ DRVയുടെ ഒരാൾ ഡൗൺ ആയി. VVR ഡൗൺ അല്ല. VV ആക്ച്വലി 21 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. DRV 20 19 അങ്ങനെ എന്തൊക്കെ ഉണ്ട്. VV ഇറങ്ങി അടിക്കുന്നുണ്ട്. അതാ നല്ല ഡ്രോപ്പ് കേട്ടാ. എനിക്ക് പിന്നെ ഡ്രോപ്പ് ഇഷ്യൂ ഇല്ല. എനിക്ക് ഡ്രോപ്പ് അയച്ചു. അടിയോടൊക്കെ നടക്കാൻ പറ്റില്ല. ഈ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ അല്ലേ?
ആ സിമി ഇത് ആരാ അടിക്കുന്നത്? പക്ഷേ ഇവിടെ പറ്റില്ല. അവിടെ DRV ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡില് റോഡില് ആ അടിക്കുന്നു. മെയിൻ ബാങ്കിന്റെ ബാക്കിൽ. വരുന്നുണ്ട് അങ്ങോട്ട്. ഓ ലോങ്ങിന്നാലും അടിക്കുന്നു DRV. ഓ തൊത്തൂര് ഇറങ്ങി, വർക്കിച്ചൻ ഇറങ്ങി. പാപ്പി ഇവിടെ ഏഡനേസ് സ്കാവ് കണ്ടെടുത്ത്. DRV അവരെ കുത്തിച്ച്. ഓ ഇവിടെ DRV. അടാ ഇവിനെ DRV കുത്തിച്ച്. ഇല്ല രക്ഷപ്പെട്ട്. താഴോട്ട് പോയി. ഇവിടെ 3 വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. 3 അല്ല 7 വണ്ടി. ഒരു വണ്ടി പൊട്ടിയില്ലേ? ഒരു വണ്ടി പൊട്ടി. എന്താ പ്രശ്നം? ഇത് സോണായിരിക്കും നൈഡുവാ. ഓ ആയിക്കാട്ട. HOD കാണില്ല. HOD/VP HOD വെച്ചാൽ മതി. ഓ ആണോ? അത് സെറ്റാക്കി. പാഷനോട്ട് വായിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല. വളരെ മോശം. അടി അങ്ങ് കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാരും വണ്ടിയിലാണ്. ഒരു ഗ്യാങ് വാർ സെറ്റപ്പ് ബട്ട് ഇൻസൈഡ് ദി സോൺ. പ്രശ്നമില്ല കൗണ്ട്. ഇവർക്ക് വിവിയുടെ സൈഡിൽ തന്നെ വെപ്പർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവരവിടെ ഇരുന്ന് വെപ്പർ ചെയ്യുന്നു. ഇവിടെ ഒളിഞ്ഞു നോക്കണേ. വർക്കിച്ചൻ പുത്തൊരു ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ. ഓക്കെ തടിക്കാൻ പോകുന്നു. പുത്തരും വർക്കിച്ചിന് ഓടിയാണ് തടിക്കും കേട്ടാ. ഓ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയല്ലേ? അതെ അതെ അതെ. ഇപ്പോഴുണ്ട്. ഓടി അവരുടെ നടുക്കോട്ടാ VV പെട്ടത്. ഓ രണ്ടാൾക്കാരുള്ളൂ. കറക്റ്റ് ചെന്ന് കയറി കൊടുത്ത DRVയുടെ നടുക്കോട്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസ് DRVക്ക് ആവുന്ന കേട്ടോ. VV എല്ലാം പുറത്താ. ആ റോഡിലുള്ളതുകൊണ്ടാ മറ്റേ അല്ല VV കൗണ്ട് കൂടുതലെന്ന് തോന്നുന്നുണ്ട്. അല്ല VV 18ആയി. കത്തിയാ. DRV 19 ഉണ്ട്. 19 ഒരാളില്ല. അപ്പൊ ടൈയ. VV ഓൺ ദി സെയിം ടൈം എന്തുവാ എല്ലാരും സോൺ ഔട്ടാ. VV സ്വന്തം ടീമിനെ തന്നെ വണ്ടി ഇടിച്ച് സോൺ ഔട്ട് തുടങ്ങി. സൈഡ് കയറിയുന്നു. ബട്ടർക്കിന്റെ സൗണ്ട് ഹൈ ആണ് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞിട്ട് അവനും മറ്റേതിട്ടുണ്ടോ. ഷൺമുഖന്റെ വണ്ടി അവരുടെ ഫ്രണ്ടില് ആമ കിടക്കുന്ന പോലെ പറഞ്ഞു. എടാ അവന്റെ ഫ്രണ്ടിൽ കിട്ടു കൊടുത്തവരെ. ഓ DRV ഇവിടെ കുത്തിച്ച DRV എല്ലാരും ഇറങ്ങി അടിച്ചു. ആരോരടിക്കുന്നു. ഇവൻ രക്ഷപ്പെട്ടു കേട്ടാ ഷൺമുഖൻ. ഷൺമുഖൻ രക്ഷപ്പെട്ടു. ഷൺമുഖൻ എന്താ ഭാഗ്യമുണ്ട്. അവരെല്ലാരും കൂടെ അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോ വണ്ടി എന്തെങ്കിലും. എല്ലാം ഫുള്ള് സോൺ ഔട്ട് ആണ്. അവർ ഈ സൈഡ് കൊണ്ട് പുറത്താ കൊടുത്തിട്ട്. ഷൺമുഖം വീണ്ടും ഇതാ. ഷൺമുഖൻ എനിക്കൊന്ന് DRVയുടെ നടുക്കോട്ടാ പോകുന്നത്. DRV എല്ലാവരും കയറുന്നുണ്ട്. നൈസായിട്ട് ഓരോ സൈഡ് പിടിച്ച് കയറി വരിക. കേറുന്നില്ല കേട്ടോ. അവര് അവിടെ തന്നെ ബാക്കറിങ് പോകുന്നുണ്ട്. VV
എളുപ്പമല്ലാട്ടാ, നല്ല കത്ത് കത്തുന്നുണ്ട് എനിക്ക്. ഞാൻ മറ്റേ കത്തിയാണ് സ്പെക്ക് ചെയ്യുന്നത്. ഒരു കറക്റ്റ് ഒരു 1v1 അല്ല, ഒരു ഗ്യാങ് ഫൈറ്റ് കാണുന്നില്ല. എല്ലാരും കുത്തിക്കുമ്പത്തിന് വണ്ടി എടുത്ത് പോവേ. കറക്റ്റ് ഒരു ഫൈറ്റ് ഇതുവരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി 33 മിനിറ്റോട് ഉണ്ട്. ഓ 10 മിനിറ്റ് 12 മിനിറ്റ് കഴിഞ്ഞല്ലേ? 12 മിനിറ്റ് ആയി. ഇവിടെ എത്തി. ഓ അതെ, വർക്കിച്ച വേഴ്സസ് കുഞ്ഞുഞ്ഞ് 1v1. കുഞ്ഞുഞ്ഞിന്റെ ഓ ഇവിടുന്ന് ബാക്കിന്ന്. ഓക്കെ വർക്കിച്ചിന് ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി. ഓ റെക്സിന് തുത്തൊരു. ഓക്കെ അടുത്ത 3 പേര് ഡൗൺ ആയി. 3 ഡൗൺ ആയി. ഓ വിവി പാപ്പി ഡൗൺ. എവിടക്കൊക്കെ അടിക്കുന്നു. സോണിന്റെ അറ്റത്ത് അവനാ ഇടിച്ചു. സ്വന്തം ടീമിനെ കാറിപ്പോ വീഴൂല എങ്ങനെയാണെങ്കിൽ. സ്വന്തം ടീമിനെ അടിച്ച് കൈപ്പ് വെച്ച് പിടിച്ചു കേട്ടാ വിട്ടോടുന്നു. ഓ വിവിയോട് ബാക്കിന്ന് കയറുന്നു. പക്ഷെ ഫൊയ്സ് ഇപ്പം പെടും. ഫൊയ്സിനെ അവിടെ വളഞ്ഞ് ഇവിടെ വിവി സൈഡിന്ന് എല്ലാരും കൂടി കയറുന്നു. പാട്രിക് ഓ കർണനെ അടിച്ചിട്ട് രോഹൻ കണ്ണൻ ഡൗൺ. ഫൊയ്സ് ഇപ്പം ഡൗൺ ആവും. ഓ ഫ്രീസ് ഡൗൺ ആയി. ഒരു 2 ഇക്കാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ട്. ഒരു പിടുത്തമില്ല ആരൊക്കെ ആരെ അടിക്കുന്നുള്ളത്. ആരും മരം കൊണ്ടുവച്ച ഇവിടെ ഞാനും കണ്ടു. ഒരു ഇല ഉണ്ട്. നല്ല രീതിയിൽ കളിച്ച്. അതാ ഒരു സൈഡിൽ നിന്ന് ഓരോ പൊസിഷൻ എടുത്ത് ഡിയാവി കളിച്ച്. എനിക്ക് തോന്നുന്നു മറ്റേ വണ്ടിയും കൊണ്ട് പോയ ഒരാളും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ആള് വന്ന് എയ്ഡനൈസ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ഡൗൺ ആയി. ഒരു വാറാന്ന് വിചാരിച്ചാ. അതാ പാവല്ല, അവന് ഓടിക്കേറുന്നു കേട്ടാ ഈഡനീസ്. ലാസ്റ്റ് മാൻ അത് എന്തൊരു അടി ഉണ്ടായത്. വലിയ കാണാനും പറ്റില്ല. കുറച്ചൊക്കെ എനിക്ക് കിട്ടി. ഡിയാവി എത്ര ബാക്കിന്ന് ചോദിച്ചാല് 1 2 3 4 5 6 7 8 മിനിമം 8 ഉണ്ട്. ബാക്കി കൊണ്ട് കറക്റ്റ് അറിയത്തില്ല. മിനിമം 8 ബാക്കിയുണ്ട്. ഞാൻ കത്തി. കത്തി ഒരു പമ്പ് തച്ചിനിരുന്ന് പൊട്ടിത്ത് വെച്ച് ഇറങ്ങിയാ കത്തിപ്പോയി. ലാസ്റ്റ് ഇത് നോക്കോ. ലൈവ് ഇട്ടേക്ക്. ഞാൻ കേറുമ്പത്തേന് എയ്ഡനൈസ് മാത്രമേ ബാക്കിയുള്ളൂ. എയ്ഡനൈസറൊക്കെ വിളിച്ചേട്ടാ. രോഹൻ കേറുന്നുണ്ട്. ലാസ്റ്റ് അതെന്തിനാ അടിച്ച് പെട്ടെന്ന് വേണല്ലോ അത്. ആളെനിക്ക് ഒന്ന് റിഫ്രഷ് ഒന്നും അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഡേ 1 ഇല്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. വിവി ഒന്ന് അടിച്ചു നോക്കി. വിവി അടിച്ചിട്ട് ആരെങ്കിലും നിയർബൈ ഉണ്ടോ നോക്കി. അപ്പം ഡേ 1 ഡിയാവി എങ്ങനെ ജയിച്ചു. ഡിയാവി ഡേ 1 GG.